നേരത്തെ ഉറങ്ങുക, നേരത്തെ എഴുന്നേൽക്കുക. ആരോഗ്യത്തിനാവശ്യമായ ഈ ശീലം കൃത്യമായി പാലിച്ചുകൊണ്ടിരുന്നാൽ പല അങ്കലാപ്പുകളും ധൃതികൂട്ടലും ഒഴിവാക്കാവുന്നതാണ്. സമയക്കുറവ് കൊണ്ട് ഒരു കാര്യവും മാറ്റിവെക്കേണ്ടതായി വരികയില്ല. ഉണർന്നു കഴിഞ്ഞാൽ ഉടനെ പിടച്ചെഴുന്നേൽക്കരുത്. ജാഗ്രതാവസ്ഥയിൽ എത്തിയ ശേഷം കണ്ണു തുറന്ന് പരിസരവുമായി ബന്ധപ്പെട്ട് കൈകാലുകളും നട്ടെല്ലും നീട്ടി നിവർത്തി സാവധാനം എഴുന്നേൽക്കുക. യോഗാസനങ്ങൾ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ധ്യാനം അല്ലെങ്കിൽ പ്രാർത്ഥനയോടുകൂടിയാണ്. ജീവിതകാലം മുഴുവൻ അഭ്യസിച്ചുകൊണ്ടിരിക്കേണ്ടതായ ഒരു ജീവിതചര്യയാണ് യോഗം. അതുകൊണ്ട് പെട്ടെന്ന് പഠിക്കാനുള്ള വ്യഗ്രത ഉപേക്ഷിക്കണം. നിരന്തരമായ അഭ്യാസമാണ് ആവശ്യം. ക്രമേണ എല്ലാ ആസനങ്ങളും യാതൊരു വിഷമങ്ങളും കൂടാതെ ചെയ്യത്തക്ക മെയ്വഴക്കം സാധിക്കുന്നതാണ്. മനസ്സിൻ്റെ അസ്വസ്ഥതകൾ അകറ്റി സ്വസ്ഥവും ശാന്തവുമാക്കി തീർക്കുകയാണ് ലക്ഷ്യം. മനസ്സ് ശാന്തമല്ലെങ്കിൽ യോഗ പരിശീലനമെന്നല്ല ഒരു പ്രവൃത്തിയും വേണ്ട വിധം നടക്കുകയില്ല. ജീവിതം പടുത്തുയർത്താനുള്ള അടിസ്ഥാന ശിലയാണ് മനസ്സ്. ചഞ്ചലാത്മകമായ മനസ്സിനെ തന്ത്രപൂർവം മെരുക്കി നിയന്ത്രണാധീനമാക്കുന്നതിനുള്ള ഒരു ഉപായമാണ് ധ്യാനം അല്ലെങ്കിൽ പ്രാർത്ഥന. ഇരിക്കുമ്പോൾ സ്വാഭാവികമായും മനസ്സ് അല്പമൊന്ന് ശാന്തമാക്കുന്നതാണ്. നാം പല പ്രകാരത്തിലും ഇരിക്കാറുണ്ട്. എന്നാൽ എപ്രകാരം ഇരുന്നാലാണ് ശരീരത്തിന് സുഖവും മനസ്സിന് സമാധാനവും കിട്ടുന്നത് എന്ന് യോഗശാസ്ത്രം നിർദ്ദേശിക്കുന്നു. അതിനും പല പ്രകാരഭേദങ്ങളുണ്ട്. ആദ്യമായി അവയെപ്പറ്റിയാണ് വിവരിക്കുന്നത്. ആസനം എന്ന് പറഞ്ഞാൽ ഇരിപ്പ് എന്നാണ് അർത്ഥം. വിഷമം കൂടാതെ എത്ര സമയം വേണമെങ്കിലും സുഖമായി ഇരിക്കാൻ സാധിക്കണം. സ്ഥിര സുഖമാസനം എന്നാണ് പറയുന്നത്. അഷ്ടാംഗയോഗത്തിൽ നാലാമത്തേതാണ് പ്രാണായാമം. യമം, നിയമം, ആസനം എന്നിവയാണ് ആദ്യത്തെ 3 അംഗങ്ങൾ. പ്രാണായാമം പല വിധത്തിലുണ്ടെങ്കിലും 8 വിധത്തിലുള്ള പ്രാണായാമങ്ങളാണ് ഹഠയോഗ പ്രദീപികയിൽ അനുശാസിച്ചിരിക്കുന്നത്. അവയിൽ ചിലതെല്ലാം ഗുരുമുഖത്തു നിന്നും നേരിട്ട് നിഷ്കർഷയായി അഭ്യസിക്കേണ്ടതാണ്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.